രീതിയിലാണ് അവർ പറഞ്ഞത്. നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ, മതം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് ഫാത്തിമ തഹ്ലിയ എന്നല്ലേ ഇതിൽ നിന്ന്? ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി ആണോ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അവര് ചിരിച്ച് തള്ളിയിട്ടേ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ അർഷിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ വലിയ നയങ്ങളാണ് അങ്ങ് പോയി. പിന്നെയാണ് അറിയേണ്ടത് അതിന്റെ പിറ്റേന്നൊക്കെ ഇത് വ്യാപകമായ ഒരു പ്രചരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈകെട്ടി മറുപടി. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ അനുവദിക്കൂല. ഇപ്പൊ SIR വന്നെന്താണ് നമ്മളൊക്കെ വോട്ടർ പട്ടികയിൽ തള്ളി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നമ്മൾ കുഞ്ഞു പോട്ടില്ല. 5 വർഷം നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മുടെ ഇസ്ലാമികമായ എല്ലാ ശൈലികളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. പിന്നെ ഈ മുസ്ലിം ലീഗും മുസ്ലിമും തമ്മിൽ ഒന്നല്ല കേട്ടോ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതവർഗീയത ഇതുപോലെ ഉപയോഗിച്ച് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന ആളുകളാണ്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മുസ്ലിം മതപണ്ഡിതൻ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. സമസ്തണ്ടായ ദുന്യാവ് ആഹാരം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടുന്ന. അത് ലീഗ് ഉണ്ടായാലും കിട്ടും, കോൺഗ്രസ് ഉണ്ടായാലും കിട്ടും, മാർക്സിസ്റ്റ് ഉണ്ടായാലും കിട്ടും. കൊണ്ടടക്കണോ അന്തള്ളവനാണെങ്കിൽ എന്റെ വിശ്വാസം അതാണ്. ഞങ്ങളുടെ വിശ്വാസം അതല്ല. കുഴപ്പമില്ല. അതെങ്ങനെയാ ഇയാൾ വയലറിയാൻ വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, എന്റെ വിശ്വാസം അതാണ്. അതിന് അയാൾ വയലറിയാൻ പിന്നെ ഇയാൾ എന്താ മോമിനിങ്ങളെ വിശ്വസിക്കേണ്ടതെന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അതിനല്ലേ ഇയാൾ വയലറിയാൻ നിൽക്കണേ? എന്തായാലും മാർക്സിസ്റ്റുകാരൊക്കെ നല്ല നമ്മളെ ലീഗ് തന്നെയല്ലേ. പാണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. പാണക്കാട് തങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നല്ലതാന്ന് വരൂല. AP ഉണ്ണികൃഷ്ണൻ പാണക്കാട് തങ്ങൾ മഹാനായതുകൊണ്ട് AP ഉണ്ണികൃഷ്ണൻ സ്വർഗത്തിക്കാന്ന് വരൂല. ഇനി ലീഗിൽ അയാൾ ചേർന്നതുകൊണ്ട് ഡയറക്റ്റായി സ്വർഗത്തിലെത്തുന്നും മാപ്പിളർക്ക് പറയാൻ വകുപ്പില്ല. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒന്നിട്ടിട്ടുണ്ടോ? അതെന്തിനാ മനുഷ്യന്മാരെ പഞ്ചായത്ത് റോഡ് ഉണ്ടാക്കാൻ ഒന്നുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഓകാലുണ്ടാക്കാൻ ഒന്നുണ്ടാക്കണോ? അത് അച്യുതാനന്ദനും പിണറായും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ ഉണ്ടാക്കട്ടെ. ആരാ ഞമ്മക്ക് പെരക്കാൻ 2 കല്ല് തരുന്ന കുത്തി? ഏതൊരു മതവിശ്വാസിക്കും അവരുടേതായ മതമുണ്ടാകും. ആ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്താനേ പാടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഗുണമുള്ളതും നമ്മുടെ നാട്ടുകാർക്ക് ഗുണമുള്ളതും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വികസന മുരടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം മുരടിപ്പുള്ള ഒരു നാടാണ്. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മത ചിഹ്നങ്ങളും മതവിശ്വാസങ്ങളും മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങളുമാണ്. ആ ചൂഷണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ നാട്ടിൽ അവർ നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അവർക്ക് വോട്ട് ചെയ്യുക, നല്ല കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണ്ട. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. RSSനെ പോലെ